സർ, നമ്മുടെ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു ഡ്രോൺ ആക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നു, ഈ ഭീകരർ പദ്ധതിയിട്ടിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണം, റഷ്യയിൽ നടത്തിയ ഡ്രോൺ ആക്രമണം. ആ ഡ്രോൺ ആക്രമണം എന്ന് പറയുമ്പോൾ അത് വിദേശത്തായിരുന്നല്ലോ. അതുകൊണ്ട് എന്തോ വലിയ സംഭവം പോലെ നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ തന്നെയുള്ള ഒരു ആക്രമണത്തിനാണ് പദ്ധതി ഇട്ടിരുന്നത് എന്നുള്ളതാണ് വിവരം. മാത്രമല്ല, ഇവർക്ക് ബന്ധം എന്ന് പറയുന്നത് തുർക്കി വരെ നീണ്ടു കിടക്കുകയും ചെയ്യുന്നു. ആഗോളതലത്തിൽ ഇവർക്ക് ബന്ധങ്ങളുണ്ട്. എന്നാലും തുർക്കി എന്ന് പറയുന്നത് തുർക്കിയുടെ പ്രധാനപ്പെട്ട ഒരു ആയുധം ഡ്രോണാണ്. അവർ ഏറ്റവും കൂടുതൽ വിൽക്കുന്നതും ഡ്രോണാണ്. അപ്പോൾ ആ ഒരു ബന്ധം കൂടെ നിലനിർത്തിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു മാസീവായിട്ടുള്ള ഒരു ആക്രമണത്തിനാണോ ഇവർ ലക്ഷ്യമിട്ടത്? അത് തന്നെ, ആക്രമണമല്ല, യുദ്ധം തന്നെ. ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം തന്നെയാണ് പ്ലാൻ ചെയ്തത്. ഇതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ പറഞ്ഞതിൽ സൂചനയുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ മിസൈലുകൾക്ക് മുമ്പിൽ തകർന്നടിഞ്ഞു പോയി. ഇന്ത്യയുടെ മിസൈലുകളല്ല, ഇന്ത്യയുടെ ഡിഫൻസ് കമാൻഡിൻ്റെ മുമ്പിൽ തകർന്നടിഞ്ഞു പോയി. തുർക്കിയെ പാകിസ്ഥാന് ദയാപൂർവം സപ്ലൈ ചെയ്ത ഡ്രോണുകൾ മുഴുവനും വന്നു. നമ്മൾ കണ്ടതാണ്. മിന്നാമിനുങ്ങളെ പോലെ രാത്രിയുടെ ആകാശത്തിൽ ഇങ്ങനെ പറന്നിങ്ങനെ വന്നിട്ട് നമ്മുടെ സിസ്റ്റം അതിനെ മുഴുവൻ അടിച്ച് നിലത്തിട്ട് തകർത്ത് കളഞ്ഞു. ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. വലിയൊരു നാണക്കേടായിപ്പോയി നാറ്റോ സഖ്യത്തിലെ അംഗമായിട്ടുള്ള തുർക്കിയേക്ക്. അതിൻ്റെ പുറകെ ഇന്ത്യ കുറേ ശിക്ഷാ നടപടികളും കൊടുത്തു. ഇന്ത്യ വിമാനത്തിൻ്റെ കയറ്റിറക്ക് ജോലികളൊക്കെ നിർവഹിച്ചു കൊണ്ടിരുന്ന അവരുടെ കമ്പനിയെ അവരുടെ ഡിസ്ഫങ്ഷനിലാക്കി. അവിടുന്ന് പാക്ക് ചെയ്ത് നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. വലിയൊരു നഷ്ടമായി സാമ്പത്തികമായി. ഇവിടുന്ന് ടൂറിസം പാക്കേജുകളൊന്നും അങ്ങോട്ട് പോകാതായി. നമ്മൾ ഗ്രീസിലേക്ക് പോകാൻ തുടങ്ങി. തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള, ഐശ്വര്യമുള്ള രാജ്യമായിട്ടുള്ള, ഭീകരവാദികൾ ഇല്ലാത്ത രാജ്യമായിട്ടുള്ള ആ രാജ്യത്തേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ തുർക്കിയയുടെ കാര്യം വലിയ കഷ്ടമായിപ്പോയി. എർദോഗാൻ എന്ന് പറയുന്ന അവരുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഏകാധിപതിയാണ്, അതുപോലെ ദുഷ്ടനാണ്. യസീദികളെന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വിഭാഗത്തെ അടിച്ചമർത്തുന്ന, അവർക്ക് സ്വന്തമായി ഒരു രാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞത് ഇന്ന് വരെ നിറവേറ്റാത്ത കള്ളനുമാണ്. അപ്പോൾ അയാൾക്ക് ഖിലാഫത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഖലീഫയായിട്ട് വാഴാൻ ഒരിക്കൽ ഈ ഖിലാഫത്തിന് നമ്മൾ പിന്തുണ കൊടുത്തതിൻ്റെ നമ്മൾ മാപ്പിള ലഹളയിലൂടെ നമ്മുടെ നാട്ടുകാർ അനുഭവിച്ചു കഴിഞ്ഞതാണല്ലോ. അപ്പം നമ്മുടെ എത്ര ഭൂകമ്പങ്ങളിൽ എത്രയോ പണവും ദ്രവ്യങ്ങളും നമ്മൾ ദാനമായിട്ട് അവർക്ക് നൽകി. മെഡിക്കൽ ഉപകരണങ്ങളും. അതിൻ്റെ ഒന്നും നന്ദിയില്ല. മതത്തോട് മാത്രം കൂറുക എന്നുള്ളതാണ്. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു, ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഈ ഭീകരവാദം ചെയ്ത ആൾക്കാർ മുസ്ലിങ്ങളായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിന് സപ്പോർട്ട് ചെയ്തേ മതിയാവും. അങ്ങനെ നറേറ്റീവുകൾ വെച്ച് ഒരു കലാപം ഉണ്ടാക്കി ആ കലാപത്തിലൂടെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്താം എന്നുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ട്. അതിവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അകത്തും ശത്രുക്കളുണ്ട്, പുറത്തും ശത്രുക്കളുണ്ട്. രണ്ടിനെയും വളരെ കരുതലോടുകൂടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഇനി നമുക്ക് വേറൊരു കാര്യം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, റഫാൽ വിമാനങ്ങൾ ശത്രുക്കൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു. അത് പാകിസ്ഥാൻ അത് ചെയ്തത് ചൈനയുടെ വിമാനങ്ങളുടെ ഇൻ്റർസെപ്റ്റർ എയർഫോഴ്സ് വിമാനങ്ങൾ അതിൻ്റെ സഹായത്തോടു കൂടിയാണെന്നായിരുന്നു നറേഷൻ. അത് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. അങ്ങനെ ചൈന അവരുടെ ആക്രമണശേഷി, സന്നദ്ധത, പാകിസ്ഥാൻ അവരുടെ സൈനിക ശേഷി ഇതെല്ലാം തെളിയിച്ചു എന്നാണ് പറഞ്ഞത്. ഫ്രാൻസ് നാറ്റോ സഖ്യത്തിലെ മറ്റൊരംഗമാണ്. പ്രത്യേകിച്ച് അമേരിക്കയോട് വലിയ കൂറ് കാണിക്കുന്ന നാറ്റോ സഖ്യത്തിലെ കക്ഷിയായ ഫ്രാൻസ് അത് പാടെ നിഷേധിച്ചു. ഇന്ത്യയുടെ ഒറ്റ റഫാൽ പോലും നശിച്ചിട്ടില്ല. അവർക്ക് അതിന് കണക്കുണ്ട്. കാരണം നമ്മൾ അവിടെ നിന്നാണ് ഈ റഫാൽ വിമാനം വാങ്ങുന്നത്. അതിൻ്റെ സ്പെയർ പാർട്സൊക്കെ ഇന്ത്യയിലാണ് അസംബിൾ ചെയ്യുന്നത്, തരുന്നത് ഫ്രാൻസാണ്. അപ്പോൾ എത്ര ഉണ്ടെന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കറിയാം. എന്ന് മാത്രമല്ല, ട്രംപും അതുപോലെ പാകിസ്ഥാൻ്റെ അസീം മുനീറും ഒക്കെ ഇത് പറയുന്നത് ഒറ്റ ഫോട്ടോ പോലും അവർക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മൾ അവരുടെ 9 തീവ്രവാദ താവളങ്ങളും 2 വിമാനത്താവളങ്ങളും തകർത്തത് ദൃശ്യസഹിതം നമ്മുടെ പെൺകുട്ടികൾ തന്നെ പരസ്യമായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ഇന്ന് വരെ ഒരൊറ്റ ഫോട്ടോ പാകിസ്ഥാന് കാണിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഈ ഉപഗ്രഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പോലും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഉപയോഗിക്കുന്നത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അവർക്ക് ഇതിൻ്റെ എവിഡൻസ് യാതൊന്നുമില്ല, ചുമ്മാ ഊഹാപോഹങ്ങൾ പറയുക. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സൈനിക ശേഷിയുടെ വീര്യം തകർക്കുക. കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അങ്ങനെ തകർത്തിരിക്കുന്ന ഒരവസ്ഥയിൽ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു പാകിസ്ഥാനോ തുർക്കിയോ വിജയം നേടിയാൽ അത് ആഘോഷിക്കുക. മോദിയുടെ കുറ്റമെന്ന് പറഞ്ഞ്
ഒരു വലിയ മോദിക്കെതിരായിട്ടൊരു കലാപം ഉണ്ടാക്കുക. ഇപ്പോൾ അതൊന്നും നടക്കാതെ ഏശാതെ വന്നപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നടപടിയാണ് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ ചോദ്യം ചെയ്തതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ജമിയാത്ത് ഇസ്ലാം ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയുടെ ചെയർപേഴ്സൺ അദ്ദേഹം ഉടനെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ്. ന്യൂയോർക്കിൽ മംദാനിക്ക് അവിടുത്തെ മേയറാകാം, ലണ്ടനിൽ ഒരു ഖാൻ മേയറായി, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരാൾക്ക് വൈസ് ചാൻസലറായിട്ടിരിക്കുകയാണ്? പൊന്നു പിന്നെ അതിൻ്റെ ഭാരവാഹി ജമിയാത്താണ്, ജമായത്തല്ല, ജമിയാത്തിൻ്റെ ഒരു മൗലവി സാറേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മംദാനി ഒരു ഭീകരാക്രമണത്തിൽ ഒത്താശ ചെയ്ത ആളല്ല, ലണ്ടനിലെ ഖാനും ഒത്താശ ചെയ്ത ആളല്ല. നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവിടെ മേയർമാരായിട്ടിരുന്നത് നിങ്ങളുടെ ഇസ്ലാമിൻ്റെ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണോ ലണ്ടനും ന്യൂയോർക്കും ഒക്കെ? അതേസമയം ഇസ്ലാമിന് ഭൂരിപക്ഷമുള്ള തുർക്കിയയിൽ ഒരു ഹിന്ദുവിനെ മേയറായിട്ട് നിങ്ങൾ വെക്കുമോ? ഇസ്താംബൂളിൽ, എൻ്റെ തലസ്ഥാനമായി ഇസ്താംബൂളിൽ ഒരാളിനെ മേയറായിട്ട് നിങ്ങൾ വെക്കുമോ? ജന്മത്ത് ജയിക്കാൻ പറ്റുമോ? ഇതാണ് മൗലാനി സാബെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവർ വിശാല മനസ്കരാണ്. അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ് ന്യൂയോർക്കിലുള്ളത്, ഇന്ത്യയിൽ നിന്ന് പോയവർ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജർ. അങ്ങനെയുള്ള ആൾക്കാർ ഇയാളെ ജയിപ്പിച്ചു. ഇയാൾ സുന്ദരനായതുകൊണ്ടല്ല, അവർക്ക് മതാതീതമായിട്ടുള്ള ഒരു മാഗ്നാനിമിറ്റി, അതിൻ്റെ അർത്ഥം ഡിക്ഷണറി നോക്കി പഠിക്കുക. ആ അർത്ഥം ആ മനസ്സുണ്ടവർക്ക്. അതാണ് ലണ്ടനിലും അതെ. ഇത്രയൊക്കെ ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടും ആ മഹാമനസ്കതയുണ്ട്. വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ചെങ്കോട്ടയ്ക്ക് ഉള്ളിൽ നടന്ന ആ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും ഇവിടെ വർഗീയ കലാപം ഉണ്ടായാലും ഹിന്ദു ഭൂരിപക്ഷമുള്ള മേഖലകളിൽ മുസ്ലിങ്ങളുടെ ജീവിതം അസുരക്ഷിതമായനെയും തിരിച്ചടിച്ചേനെ ഹിന്ദുക്കൾ. എന്താ ചെയ്യാത്തത്? മഹാമനസ്കതയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളെക്കാളിലൊക്കെ മുകളിൽ നിൽക്കുന്ന അഖില ലോക മുസ്ലിം ലീഗിൻ്റെ തലവനായിട്ടുള്ള ആളിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇന്ത്യയെ സന്ദർശിച്ചപ്പോൾ മുസ്ലിങ്ങൾ ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കുന്നത് ഇന്ത്യയിലാണെന്ന് പറഞ്ഞത്. പാകിസ്ഥാനിലല്ല, ഇന്തോനേഷ്യയിലല്ല, നിങ്ങളുടെ ഏതെങ്കിലും അറബ് രാജ്യങ്ങളിലല്ല, സൗദി അറേബ്യ പോലുമല്ല. അതുകൊണ്ടാണ് അബ്ദുല്ല പറഞ്ഞത് ഇന്ത്യയാണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ തളം. ലോകത്തിലെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. 40 വർഷം സൗദി അറേബ്യയിലായിരുന്നു പണി ചെയ്ത് ജീവിച്ചത്. അവിടെ പോലും അദ്ദേഹത്തിനൊരു മുസ്ലിമിൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും കിട്ടിയിരുന്നില്ല. ഇന്ത്യയിൽ അത് കിട്ടുന്നു. ഹിന്ദുക്കളെ വിമർശിക്കാൻ, RSSനെ വിമർശിക്കാൻ ഒക്കെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ ചാനലുകൾ തന്നെ കൊടുക്കുന്നു. അബ്ദുള്ള മതപണ്ഡിതനാണ്, ഹിന്ദുക്കളോട് ഒരു പക്ഷവും ഉള്ള ആളല്ല, മുസ്ലിം പക്ഷപാതിയാണ്. അദ്ദേഹം പറഞ്ഞു, മൗലാന ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ അന്വേഷണം നടക്കണ്ട, അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി അതിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കി ആ വിഷയങ്ങൾ കൈവിട്ടു പോവുക എന്നുള്ളതാണ്. ഇതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാക്കുക. അതായത് ഇതുവരെ ഇവർ ശ്രമിച്ചിട്ടും സാർ പറഞ്ഞതുപോലെ ഒരു കലാപം ഒന്നും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടു അത് ഒത്തില്ല എന്നുള്ള. അപ്പോൾ ഇനി അവസാനം എന്ന് പറയുന്നത് അൽ ഫലാഹ് സർവകലാശാല എന്ന് പറയുന്നത് മുസ്ലിം മതവിഭാഗത്തിൻ്റെതാണെന്ന് പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ആളുകളെ പിടികൂടുമ്പോൾ ആ പിടികൂടുന്നതിന് പിന്നിൽ വർഗീയത പറഞ്ഞുണ്ടാക്കുക, എന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം ഏതൊരു പ്രശ്നത്തിലും ലൂപ്പോൾ അന്വേഷിച്ച് നടക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ കഴിയുന്നത്? അവർ പല പ്രശ്നങ്ങളിലൂടെ ഒക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല. ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിനെ അടിച്ചമർത്താനോ അതിനെ ഇല്ലായ്മ ചെയ്യാനോ ഉള്ള ഒരു ആർജവം ഇന്നത്തെ കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിന് കഴിയുന്നില്ല. അപ്പൊ ഏറ്റവും അവസാനം കിട്ടുന്ന കച്ചിത്തുരുമ്പിലും അവർ ഇത് പ്രതീക്ഷിക്കുകയാണ്. കോൺഗ്രസും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വക്താക്കളും. കോൺഗ്രസ് എന്നാണ് രാജ്യത്തിന് അനുകൂലമായി സംസാരിച്ചിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഈ ഡ്രോണുകൾ കൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ളതും കൂടെ പറഞ്ഞു തരാം. അതായത് 3600 കിലോ സ്ഫോടക വസ്തുക്കളാണ് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി തന്നെ നിർമ്മിച്ചിരുന്നത്. എന്തായാലും അത്രയും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് വെച്ചിരിക്കുമ്പോൾ ആ വൈസ് ചാൻസലറെ ചോദ്യം ചെയ്യരുത്. ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, VC അല്ലേ, കൊമ്പുള്ള ആളല്ലേ, മുസ്ലിം ആയതുകൊണ്ട് കൊമ്പുണ്ടോ, ആ കൊമ്പുള്ള ആളായതുകൊണ്ട് ചോദ്യം ചെയ്യണ്ടേ? അപ്പോൾ അവിടെ ചോദ്യം ചെയ്തത് വലിയ പ്രതീക്ഷ, അറസ്റ്റ് ചെയ്തിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്യാൻ പോലും പാടില്ല അദ്ദേഹത്തിൻ്റെ. എന്തൊരു വിഡിത്തമാണ് ഈ മൗലാനമാർ പറഞ്ഞുണ്ടാക്കുന്നത്. അവരല്ലേ ഈ രാജ്യത്ത് വർഗീയത വിതയ്ക്കുന്നത്. എന്നിട്ട് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തായിരുന്നു എന്നറിയാമോ? ഇങ്ങനൊന്നുമല്ല, മോദിയുടെ ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ടാണ് ഇത് ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ മാത്രം ഒതുങ്ങിയത്. തുർക്കിയയിൽ നിന്ന് പാകിസ്ഥാൻ വഴി കിട്ടുന്ന ഈ ഡ്രോണുകളിൽ ഓരോന്നിലും 160 കിലോ വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണ്.
മൊത്തം അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 3600 കിലോ. അതുകൂടാതെയാണ് 1200 കിലോ സ്ഫോടക വസ്തുക്കൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ള മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥൻ സുദീപ് ചക്രവർത്തി വന്നു കൊണ്ടുപോയത്. എല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് കഴിയുമ്പോൾ ഒരു 4000 കിലോ സ്ഫോടക വസ്തുക്കളാണ് ശേഖരിച്ച് വെച്ചിരുന്നത്. അതിൻ്റെ 10 ഗ്രാമോ മറ്റോ പൊട്ടിയപ്പോഴാണ് അവിടെ 10 പേരും 10 കാറുകളും പൊട്ടിത്തെറിച്ചത്. 10 അല്ല, എണ്ണം കൂടി. പിന്നെ ആ സ്ഥലത്ത് വെച്ച് തന്നെ 10 പേര് മരിച്ചു. മനസ്സിലായോ? അങ്ങനെയുള്ള സംഭവം ഓരോ ഡ്രോണിലും ഒരു 100 ഗ്രാം വെച്ച് 100 കിലോ വെച്ച് കൊണ്ടുപോയി 160 കിലോ ശേഷിയുള്ള ഡ്രോണുകളാണ് ഓർഡർ ചെയ്തിരുന്നത്. 100 കിലോ വെച്ച് കൊണ്ടുപോയാൽ തന്നെ ഇന്ത്യയുടെ മഹാനഗരങ്ങൾ മുഴുവൻ ഭസ്മീകരിക്കത്തക്ക ഒരു യുദ്ധമാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അത് പൊളിച്ചടക്കി അതിനെ ഒരിക്കലും നടക്കാത്ത രീതിയിലാക്കി തീർത്തു. എന്നിട്ടും എങ്ങനെ നിങ്ങളുടെ ഇൻ്റലിജൻസ് എങ്ങനെ പരാജയപ്പെട്ടു? ഭീകരവാദികൾക്കെതിരെ ഒരു വാക്കുപോലും ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ബീഹാറിൽ നിന്നും അവർ പാഠം പഠിച്ചിട്ടില്ല. ബീഹാറിൽ തൂത്തു തുടച്ച് കളഞ്ഞതുപോലെ ഇന്ത്യ മുഴുവൻ തൂത്തു ഉടയ്ക്കുന്ന കാലം വരെ ഈ കോൺഗ്രസ് ഇത് പഠിക്കുമെന്നും തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.